പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോവയ്ക്കക്കറി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം കോവയ്ക്കയാണ്. അതുപോലെ തന്നെ ചുമന്നുള്ളി ഒരു 20 എണ്ണം, ഒരു അരക്കപ്പ്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത് അരക്കപ്പ്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. കോവയ്ക്ക അരിയുമ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. വട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അരിയാട്ടോ. ഞാനിവിടെ നീളത്തിലാണ് അരിയുന്നത്. കാണാൻ ഭംഗിക്കും അത് ആ കഴിക്കുമ്പോൾ ആ നീളത്തിലുള്ളതാണ് കേട്ടോ നല്ലത്. അങ്ങനെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ചുമന്നുള്ളി ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ചുമന്നുള്ളി ചേർക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ്. അങ്ങനെ ചുമന്നുള്ളി എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരിയാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. ഇനി പച്ചമുളകാണ് അരിയണേ. പച്ചമുളക് കുറച്ചുകൂടി കനത്തിൽ അരിയാട്ടോ. ഞാനിവിടെ വട്ടത്തിലാണ് അരിയുന്നത്. നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ പച്ചമുളകെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് കറിക്ക് ഒരു നല്ല ടേസ്റ്റ് വരുന്നതാണ്. ഇത്രയും ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ചുമന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരണം. ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് പച്ചമുളക്, അല്പം കറിവേപ്പില, ഇനി ഇതിലേക്ക് നമ്മൾ കോവയ്ക്ക ചേർക്കുവാണ്.
കോവയ്ക്ക് നന്നായിട്ടൊന്ന് വാടി വരണം, എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴന്നു വരണം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കോവയ്ക്ക് ഇങ്ങനെ പകുതി കുക്കായി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കാം. കോവയ്ക്ക ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായി പിടിച്ചു വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കുടംപുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കോവയ്ക്ക നമുക്ക് ബാക്കി വേവിക്കുന്നതിന് വേണ്ടി നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. 3 മിനിറ്റ് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഇനി അവസാനമായി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഒരു മീൻ കറിയുടെ ടേസ്റ്റ് കൂടി ഇതിനുണ്ട് കേട്ടോ. നമ്മൾ പുളി ചേർക്കുന്നത് കൊണ്ടാണ്, കുടംപുളി ചേർക്കുന്നത് കൊണ്ടാണ് ആ മീൻ ടേസ്റ്റ് കിട്ടുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും വേണ്ട. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.